ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ടിലേക്ക് പോകുന്നത്. കാസർഗോഡ് കുമ്പടാജയിലെ പുഷ്പലതയുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസം മുട്ടിച്ചുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മോഷണത്തിനിടെയുള്ള കൃത്യമെന്നാണ് പോലീസ് നിഗമനം. പുഷ്പലതയുടെ 4 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല നഷ്ടമായിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ പിടിവലിക്കിടെയെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ വന്നിരുന്നു, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊലപാതകമെന്ന് വ്യക്തമാക്കുകയാണല്ലേ? തീർച്ചയായും ടോമെ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെ നമ്മൾ വിശദമായി ഈ കാര്യം, അതായത് ഈ പുഷ്പലത വി ഷെട്ടിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്താണ്. അതിൽ ഒരു സംശയം തന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. അതായത് ഈ പിടിവലി നടന്നതും അതുപോലെ തന്നെ ഇവർക്ക് പരിക്ക് ഉള്ളതായും മുഖത്തൊക്കെ പരിക്കുള്ളതായും ഒക്കെയുള്ള കാര്യങ്ങൾ, സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിൽ നിന്ന് തന്നെ കൊലപാതകമാണെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. അക്കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയതുമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഈ വിദഗ്ധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കഴുത്തിൽ ഒരു 4 പവൻ തൂക്കമുള്ള കരിമണി മാല ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാല മോഷ്ടിക്കാൻ വന്ന സംഘം അല്ലെങ്കിൽ മോഷ്ടാവ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതാകാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതിനിടയിൽ തന്നെ മറ്റ് ചില ദുരൂഹതകളൊക്കെ ഉയരുന്നുണ്ട്. ഇവരുടെ വീട്ടിനകത്ത് വളകളും അതുപോലെ തന്നെ മറ്റു കുറെ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മോഷണം പോകാത്തൊരു സാഹചര്യമുണ്ട്. അത് നാട്ടുകാരിൽ ചില സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരം മോഷണമാണെങ്കിൽ അത്തരം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്ന്. ഒരു പക്ഷെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇനി അറിയേണ്ടത്. അത്തരം പരിശോധന, അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം അല്പസമയം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പൂർത്തിയായത്. സഹോദരിയുടെ മകൾ, ഇവരുടെ സഹോദരിയുടെ മകൾ, ബംഗളൂരുവിലുള്ള സഹോദരിയുടെ മകളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അവർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പരിയാരത്തെ കൊണ്ടുപോയതും വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതും. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് ഒരു കൊലപാതകമാണെന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇനി എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നത് കണ്ടെത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതൊരു ഉൾപ്രദേശമാണ്. നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഉൾപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് CCTV ഒന്നുമില്ല. പക്ഷേ റോഡിലും മറ്റും ഉള്ള CCTV വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഏതെങ്കിലും മൊബൈൽ ടവറുകൾ, ഏതെങ്കിലും ഫോണുകൾ ഇവിടെ എത്തിക്കുന്ന കാര്യം നോക്കുന്നുണ്ട്. പോലീസ് ആ രീതിയിലെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് കൊലപാതകമാണെന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കുമ്പടാജിയിലെ പുഷ്പലതയുടെ മരണം കൊലപാതകമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മോഷണത്തിനിടെ നടന്ന ക്രൂരകൃത്യമാണെന്നാണ് നിഗമനം. 4 പവന്റെ മാല നഷ്ടപ്പെട്ടിരുന്നു. കഴുത്തിനടക്കം സാരമായ മുറിവുകളുണ്ടായിരുന്നു. ശരീരത്തിലെ ഈ പരിക്കുകൾ പിടിവലിക്കിടെ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.